عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സൂറത്ത് ആലി ഇമ്രാനിലെ 65-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അഹ്ലൽ കിതാബി ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹീമ വമാ ഉൻസിലത്തിത് തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി അഫലാ തഅഖിലൂൻ. അഹ്ലുൽ കിതാബുകാരായ ആളുകളോടാണ് ചോദ്യം. നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? അഹ്ലുൽ കിതാബുകാരെന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഈസ അലൈഹിസ്സലാമിൻ്റെ അനുയായികളെയും ജൂതന്മാരെയും രണ്ട് കൂട്ടരെയും അഭിസംബോധന ചെയ്യുകയാണ്. ഇത് മക്കയിൽ നിന്നുകൊണ്ടാണ് അഭിസംബോധന. അതായത് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടക്കുന്ന തർക്കത്തെ പറ്റിയാണ് അവരോട് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? അവർ തമ്മിൽ പരസ്പരം അഹ്ലുൽ കിതാബും ജൂതന്മാരും ക്രിസ്ത്യാനികളും യഥാർത്ഥത്തിൽ ഒരേ ദൈവത്തെ ആരാധിക്കുന്ന, എന്നാൽ വ്യത്യസ്തമായ പ്രവാചകന്മാർ ഒരേ പരമ്പരയിലുമാണ്. ബനി ഇസ്രായേൽ പരമ്പരയിലായിരുന്നിട്ട് പോലും അവർ തമ്മിൽ പരസ്പരം തർക്കത്തിലാണ്. പല വിഷയങ്ങളിലും അവർ തർക്കിക്കുകയാണ്. ആഭ്യന്തരമായിട്ടുള്ള ഉള്ളിലുള്ള കുറേ തർക്ക വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് വല്ലാത്ത വർഗീയത നിലനിന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ സമൂഹത്തിൽ വല്ലാത്ത വർഗീയത ഉണ്ടായിരുന്നു. ഇസ്രായേൽ അല്ലാത്ത ഒരാൾ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മേൽക്കോയ്മ, അവർക്കെല്ലാത്തിലും മേലെ, നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന, ഇന്ത്യയിലുണ്ടായിരുന്ന ചാതുർ വർണ്ണ വ്യവസ്ഥ പോലെയൊക്കെ തന്നെ ആ നാട്ടിലുമൊക്കെ നിലനിന്നിരുന്നു. അവർ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിന്നിട്ടുണ്ട്. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ വന്ന രണ്ട് സെമിറ്റിക് മതങ്ങളാണ്, സെമിറ്റിക് ദർശനങ്ങളാണ് ഈ രണ്ടും, ജൂതന്മാരും ക്രിസ്ത്യാനികളും. ഈ രണ്ട് കൂട്ടരും പരസ്പരം ഒരേ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലായിരുന്നിട്ട് പോലും, അപ്പോൾ അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അഹ്ലുൽ കിതാബുകാരോട് ഒരു യഥാർത്ഥ ദർശനത്തിലേക്ക്, ഒന്നിലേക്ക് തിരിച്ചു വരാൻ, ഒരു കലിമയിലേക്ക് തിരിച്ചു വരാൻ അവരോട് പറയാണ്. ആ കലിമ ഒന്ന്, തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കാൻ, എന്നിട്ട് ആ തൗഹീദ് ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ റബ്ബിലേക്ക് അതിൻ്റെ സത്യസാക്ഷ്യം വഹിക്കാനൊക്കെ അവരോട് പറഞ്ഞു. മുസ്ലിം ആകാൻ, ഇബ്രാഹിം അലൈഹിസ്സലാം മുസ്ലിം ആയ പോലെ ആകാനൊക്കെ അവരോട് പറഞ്ഞു. പക്ഷേ അവരൊന്നും അതിന് തയ്യാറല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതിക പൂജകരായിട്ടുള്ള, ദുനിയാപ്രേമികളായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ദീനിനേക്കാൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു പോകുക എന്നുള്ളതാണ്. അപ്പം അഹ്ലുൽ കിതാബുകാരോട് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും പാതയിലേക്ക് വരാൻ അവരോട് പറയാം. നിങ്ങളെന്താ അത് ചിന്തിക്കാത്തത് എന്ന് അവരോട് പറയാണ്. എന്നിട്ട് ഹാ അൻതും ഹൗലാഇ ഹാജജ്തും ഫീമാ ലകും ബിഹി ഇൽമുൻ ഫലിമ തുഹാജ്ജൂന ഫീമാ ലൈസ ലകും ബിഹി ഇൽമു വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമുള്ള ഒരു കാര്യം, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാത്ത കാര്യത്തിലും തർക്കിക്കുന്നു. നിങ്ങളോ ഒന്നും അറിയുന്നുമില്ല. ഇതാണ് അവരുടെ അവസ്ഥ. ഫീമാലക്കുമിനും, അവർക്ക് എന്താണോ കിട്ടിയ അറിവ് അള്ളാഹിൻ്റെ വേദഗ്രന്ഥം കിട്ടി, പ്രവാചകൻ വന്നു, അതിൻ്റെ വിഷയത്തിൽ തർക്കിക്കണം. ഇനി അതൊന്നും അല്ലാത്ത, അറിവില്ലാത്ത പരലോകത്തിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ സ്വർഗനരകങ്ങളുടെ വിഷയത്തിലും അതുപോലെ പ്രവാചകനെ ദൈവവൽക്കരിച്ചതിൻ്റെ പേരിലും, അപ്പോൾ അറിവ് കിട്ടതിൻ്റെ പേരിലും കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ അവരങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ. അപ്പോൾ ജൂതന്മാരുടെ വാദം ഇബ്രാഹിം അലൈഹിസ്സലാം ജൂതനാണ്. ക്രിസ്ത്യാനികളുടെ വാദം ഇബ്രാഹിം അലൈഹിസ്സലാം ക്രിസ്ത്യാനിയാണ്. എന്നാൽ മുസ്ലിങ്ങളും ഇന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ല, അതാണ് സത്യം. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മുസ്ലിമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ആരാണ് എന്നതല്ല വിഷയം. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കർമ്മം എന്തായിരുന്നു? അതാണ് ഖുർആൻ പറയുന്നത്. യഹൂദിയൻ വല നസ്രാനിയൻ. നിങ്ങൾ ഈ ജൂതമതവും അതായത് ക്രിസ്ത്യാനിസവും ആ ക്രിസ്തു മതം, ജൂതമതം, ഇസ്ലാം ഒരു മതമല്ല. ഈ അർത്ഥത്തിൽ വിശാലമായി ചർച്ച ചെയ്യേണ്ട, ഒരു പക്ഷേ നേരിട്ട് ഇസ്ലാം ഒരു മതമല്ല നിങ്ങളോട് പറഞ്ഞാൽ
നിങ്ങൾ കേൾക്കുന്നവർക്ക് ഭൂരിപക്ഷ ആളുകൾ അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇവിടെ അത് പറയില്ലാതെ നിർവാഹമില്ല. അത് ജൂതമതം, നിസ്രാനിയൻ, ക്രിസ്തു മതം, അങ്ങനെ 2 മതങ്ങൾ പിന്നുണ്ടായതാണ്. യഥാർത്ഥത്തിൽ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, ഷിർക്ക് ചെയ്യാത്ത, പടച്ച റബ്ബിൽ പങ്കാളികളെ കൽപ്പിക്കാത്ത, ദൈവത്തിൽ ബഹുദൈവങ്ങളെ സൃഷ്ടിക്കാത്ത, അതിൽ ഒരു രീതിയിലുള്ള ബഹുദൈവ ആരാധനയും ചെയ്യാത്ത ഹനീഫൻ, ഋജുമാനസനായി, നമ്മൾ മലയാളം പറയുകയാണെങ്കിൽ വളരെ ഭവ്യതയോടെ പടച്ച റബ്ബിനെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമായിരുന്നു. അപ്പോൾ മുസ്ലിം, ഹനീഫ, മുശ്രിക്കീൻ അല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അറബ് പദമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അറബി ആയിരുന്നില്ല, ഹീബ്രു ഭാഷയാണ് സംസാരിച്ചിരുന്നത്. അറബ് ഭാഷ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം കാബയുടെ പുനരുദ്ധാന പ്രവർത്തനത്തിലൊക്കെ മുഴുകിയ ആ സന്ദർഭത്തിലൊക്കെ സംസാരിച്ച ഹീബ്രു ഭാഷയിലാണ്. അപ്പോൾ ഹീബ്രു ആയ ഭാഷ 4000 വർഷങ്ങൾ പഴക്കമുണ്ട്. അത്രയും വർഷങ്ങളുടെ പാരമ്പര്യത്തിൽ ഉള്ള കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശേഷം പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ ഇപ്പോൾ മൂസ അലൈഹിസ്സലാമയും അതുപോലെ തന്നെ ഐസ അലൈഹിസ്സലാമും പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും തനിക്ക് തോന്നിയതുപോലെ ഇസ്ലാമിനെ, ദൈവിക നിയമങ്ങളെ, പടച്ച റബ്ബിൻ്റെ ശരീഅത്തിൻ്റെ, ദീനിൻ്റെ അഖീദയൊക്കെ ഇല്ലായ്മ ചെയ്ത് തോന്നിയ പോലെ അവർ മാറ്റി എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ നന്ദികേട്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ ഈ ജൂതന്മാർ തർക്കിച്ചു. ജൂതന്മാർ പറയുന്നത് അബ്രഹാം ഞങ്ങളുടെ നബിയാണ്, ഞങ്ങളുടെ പ്രവാചകന്മാരുടെ പൂർവ്വപിതാവായ അല്ലെങ്കിൽ ഖലീലുല്ലാഹി എന്ന് പറയുന്ന അള്ളാഹുവുമായിട്ട് അത്ര അടുത്ത ഇബ്രാഹിം അലൈഹിസ്സലാം ഞങ്ങളുടെ പൂർവികനാണ് എന്ന് അവർ വാദിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളെ പൂർവികനാണോ അല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഇബ്രാഹിം അലൈഹിസ്സലാം ആരോടാണ് പ്രാർത്ഥിച്ചത്? ജൂതന്മാർ തൗഹീദുള്ളവരാണ്, അവർക്ക് കുറേ ദൈവങ്ങളില്ല, നമ്മളത് മനസ്സിലാക്കണം. ക്രിസ്ത്യാനികൾക്കും അങ്ങനെ തന്നെ ഒരുപാട് ദൈവങ്ങളൊന്നുമില്ല. ത്രിയേകത്വം അവർ പിന്നീടുണ്ടായി വന്നതാണെങ്കിലും അവർ യഥാർത്ഥ ഏകമാനമായ ഏകദൈവത്വത്തിലേക്കാണ് അവരുടെ പ്രാർത്ഥനയുടെ തേട്ടം തന്നെ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അവർ ദീനിൻ്റെ ശരീഅത്തിനെ വളച്ചൊടിച്ചിട്ടുണ്ട്. അള്ളാഹു ഹലാലാക്കിയത് അവർ ഹറാമാക്കി, അള്ളാഹു ഹലാലാക്കിയത് അവർ ഹറാമാക്കി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറ്റത്തിരുത്തലുകൾ അത് വന്നിട്ടുണ്ട് വേദഗ്രന്ഥങ്ങളിലൊക്കെ. അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കേണ്ടതില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫൻ മുസ്ലിമൻ, വളരെ ഭവ്യതയോടെ മുസ്ലിമായി ജീവിച്ച പ്രവാചകനാണ്. ഇന്ന ഔലൻ നാസി بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. അപ്പോൾ ഇനി ഉലന്നാസ് ജനങ്ങളിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ വാദിക്കണമല്ലോ, അവരുടെ ഒരു വാദം ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അവരോട് പറയാം, നിങ്ങളിൽ ആരെങ്കിലും ഇബ്രാഹിം നബിയോട് അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇത്തിബാ ചെയ്യുക വേണ്ടത്. പിന്നെ ഒരു തരത്തിലുള്ള കപടമായ സ്നേഹമല്ല, അല്ലെങ്കിൽ കപടമായ വാദങ്ങളല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പിൻപറ്റണം, ഫോളോവറായിട്ട് മാറണം. ഇബ്രാഹിം നബി എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ നിങ്ങൾ ജീവിക്ക്, ഇത്തിബാ ചെയ്യും, നിങ്ങൾ പിൻപറ്റ്. വഹാദൻ നബിയ്യു വല്ലദീന ആമനു വല്ലാഹു വലിയ്യുൽ മുഅ്മിനീൻ. അദ്ദേഹത്തിൽ വിശ്വസിക്ക്, ഈമാനോടുകൂടി യഖീനോടെ വിശ്വസിക്ക്. അള്ളാഹു സത്യവിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ വലിയാണ്. അപ്പോൾ ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടാക്കിയ ചില വിദണ്ഡവാദങ്ങൾ അത് പൊളിച്ചു കളയാണ് ഖുർആൻ. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മക്ക മുശ്രിക്കുകളുടെ അവസ്ഥയല്ല ക്രൈസ്തവ ലോകത്തും ജൂതലോകത്തും. അവരങ്ങനെ അവരുടെ വാദങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ അല്ലെങ്കിൽ മക്കയിലെ അല്ലെങ്കിൽ ആ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ള ക്രൈസ്തവ ജൂത വിഭാഗങ്ങളോട് പറയേണ്ട കാര്യങ്ങളാണ്. അത് ഖുർആൻ സംസാരിക്കുക, അവരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇത്തിബാ ചെയ്യ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മതം തന്നെയാണ്, അതുപോലെ മൂസ അലൈഹിസ്സലാമിൻ്റെ മതം തന്നെയാണ്, ഐസ അലൈഹിസ്സലാമിൻ്റെ മതം തന്നെയാണ് ഒന്ന്. അത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മുൻ വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ പാരമ്പര്യത്തിലുള്ള ദർശനം തന്നെയാണ് ഇസ്ലാം ഇവിടെ വന്നിട്ടുള്ളത്. പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വഴി തെറ്റിപ്പോയതാണ്. ഇതാണ് ഖുർആൻ്റെ സമർത്ഥനം, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. وَدَّتْ طَائِفَةٌ
من أهل الكتاب لو يضلونكم وما يضلون إلا أنفسهم وما يشعرون. വേദക്കാർ മിൻ അഹ്ലിൽ കിതാബുകാരായ ഒരു വിഭാഗം നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് കൊതിക്കുന്നു. അപ്പോൾ അവർ പലതും പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട്, ഈ ജൂതന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ളവർ. അവർ പല രീതിയിലും ഇസ്ലാമിനെ വക്രീകരിക്കാനും ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരെ തന്നെ വഴിതെറ്റിക്കുന്നത്. ഇപ്പോൾ യുദുല്ലൂന ഹുമാ യുദുല്ലൂന ഇല്ല അംഫുസുഹും, അതാണല്ലോ സത്യാവസ്ഥ. അവർ അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ അവർ തന്നെ വഴി തെറ്റുന്നത്. വമാ യശൗറൂൻ, അവർ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അവർ ചെയ്ത പണികൾ രസകരമാണ്. അവർക്ക് ഭയങ്കര ബുദ്ധിയാണ്. അവർ ഈ ജൂതഗോത്രങ്ങളിൽ നിന്ന് ചില ആൾക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പറഞ്ഞേക്കും. നിങ്ങൾ പോകണം, രാവിലെ പോയിട്ട് പറയാം വിശ്വസിച്ചിട്ടുണ്ട്, വൈകുന്നേരം പോയിട്ട് പിന്നെ പറയണം മുർത്തദ്ദാണ്, ഞങ്ങൾ വിശ്വാസമൊക്കെ പോയി, ഞങ്ങൾക്ക് ശരിയില്ല, ഞങ്ങൾ വിശ്വാസം. അപ്പോൾ അങ്ങനെ ആളുകളെ ഡ്രമാറ്റിക്കലി ഒരു നാടകം കളിക്കാനൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഇടയിൽ പറയാൻ, ഇസ്ലാമിൽ കുറേ ആൾക്കാർ വന്നപ്പോൾ അതാ മുർത്തദ്ദായി പോയി, അല്ലെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിച്ചു പിന്നെ അവർക്ക് ആ വിശ്വാസമൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് വരുത്താൻ വേണ്ടി ഇസ്ലാം തകരുകയാണെന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ വളരുകയാണല്ലോ. വളർച്ച തടയിടാനുള്ള പല തരത്തിലുള്ള ശ്രമങ്ങളും അവർ നടത്തി എന്നുള്ളതാണ്. എന്നിട്ട് പറയാം, യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബിആയാതില്ലാഹി വഅൻതും തശ്ഹദൂൻ. നിങ്ങളെന്തിനാണ് എല്ലാ അഹ്ലുൽ കിതാബ് വരെ നിങ്ങളെന്തിനാണ് ഇതൊക്കെ നിഷേധിക്കുന്നത്? അള്ളാഹിൻ്റെ ആയാത്തുകൾ, ഈ ഓരോ ആയത്തുകളും യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാമിലേക്ക് തിരിച്ച് അവരുടെ ചിന്തകളെ കൊണ്ടുവരികയും ഇസ്ലാം സ്വീകരണത്തിന് കാരണമാവുകയും ചെയ്ത ആയത്തുകളാണ്. നമ്മൾ മനസ്സിലാക്കണം. അല്ലയോ അഹ്ലുൽ കിതാബുകാരെ, നിങ്ങളെന്തിനാണ് ഇത് നിഷേധിക്കുന്നത് അള്ളാഹിൻ്റെ ആയാത്തുകളെ? വൻതും തശ്ഹദൂൻ, നിങ്ങളിതിന് സാക്ഷിയല്ലേ? ഈസാ അലൈഹിസ്സലാമിൻ്റെ അതുപോലെ മൂസ അലൈഹിസ്സലാമിൻ്റെ ഒക്കെ പരമ്പരയിൽ നിങ്ങളിതിന് സാക്ഷ്യം വഹിച്ചവരല്ലേ? പിന്നെ നിങ്ങൾക്കെന്താ ഇത് നിഷേധിക്കാൻ നിങ്ങൾ കാരണമാകുന്നത്? യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, ഹക്കും ബാത്തിലും നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ ഇടകലർത്തുന്ന? എന്തിനാണ് നിങ്ങൾ ഹക്ക് സത്യം അത് അസത്യത്തോട് കൂട്ടിച്ചേർക്കണം? എന്തിനാണ് ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന? എന്തിനാണ്? വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ സത്യത്തെ ഏകനാണെന്ന്, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഒന്നാണെന്ന്, അള്ളാഹു ഏകനാണെന്ന്, അവന് മാത്രമേ വഴിപ്പെടാവൂ എന്ന്, അവൻ്റെ നിയമങ്ങളനുസരിച്ച് ദുനിയാവിൽ ജീവിക്കാൻ പാടുള്ളൂ എന്ന്, ഈ സത്യങ്ങളൊക്കെ നിങ്ങളെന്തിനാ അത് കൂട്ടിക്കുഴച്ച് ഹക്കും ബാത്തിലും തമ്മിൽ മിക്സ് ചെയ്തിട്ട് കൂട്ടിക്കുഴക്കുന്നത്? നിങ്ങളെന്തിനാണ്? അവരോട് ചോദിക്കുകയാണ്. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. അപ്പോൾ ഇവരുടെ ഈ വിശ്വാസം നേരത്തെ പറഞ്ഞ കാര്യമാണ്. അഹ്ലുൽ കിതാബുകാരായ ആളുകൾ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് രാവിലെ ഒന്ന് പറയാം, എന്നിട്ട് വൈകുന്നേരം അത് മാറ്റി പറയാം. അപ്പോൾ അത് അവരുടെ വിശ്വാസം അങ്ങനെ തള്ളിക്കളയുക വഴി ആളുകൾ അവരുടെ വിശ്വാസത്തിലേക്ക്, ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അല്ലെ ജൂതവിശ്വാസത്തിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ ചെയ്ത ചില പണികളാണ്. മാത്രമല്ല അവരുണ്ടാക്കിയിട്ടുള്ള, അവർ തന്നെ സ്വയം പഠിച്ച കുറേ നിയമങ്ങളും അല്ലെങ്കിൽ പടച്ച റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ വഴിതെറ്റിച്ചു വിടാനുള്ള ബോധപൂർവമായ അവരുടെ തന്ത്രത്തെയുമാണ് ഖുർആൻ ഇവിടെ വരച്ച് കാണിക്കുന്നത്. ولا تؤمنوا إلا لمن تبع دينكم, നീ മതത്തെ പിൻപറ്റുന്നവരല്ലാതെ നിങ്ങളാരെയും വിശ്വസിക്കരുത്. അവർ പറയും നമ്മുടെ ദീനാണ് ശരിയായ ദീൻ. അങ്ങനെ ആ ഒരു അതിനൊരു വർഗീയ സ്വഭാവമുണ്ട്. ആ വർഗീയതയിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേദക്കാർ, ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم. അപ്പോൾ അള്ളാഹിൻ്റെ സന്മാർഗം, ഹിദായത്ത് ഇത് മാത്രമാണ് യഥാർത്ഥ സത്യമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ബോധപൂർവമായിട്ട് അവർ പല തന്ത്രങ്ങളും മെനയുന്നതിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ രാവിലെ വന്നിട്ട് വിശ്വാസം സ്വീകരിക്കുക, വൈകിട്ട് വന്നിട്ട് അല്ലെ പിറ്റേന്ന് ഞങ്ങൾ വിശ്വാസികളല്ല എന്ന് പറയാം.
അപ്പോൾ ഇസ്ലാമിനെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളിലും അവർ ഏർപ്പെട്ടു. ഇന്നൽ ഹുദാ ഹുദല്ലാഹി അൻ യുഅ്താ അഹദും മിസ്ല മാ ഊതീതും ഔ യുഹാജ്ജൂകും ഇൻദ റബ്ബികും ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അതായത് അള്ളാഹിൻ്റെ സന്മാർഗം മാത്രമാണ് യഥാർത്ഥ സത്യപാത. അള്ളാഹു ഈ ഒരു വിശുദ്ധ വേദഗ്രന്ഥം ഖുർആന് തുല്യം മറ്റാർക്കെങ്കിലും നൽകുമെന്നോ അതിൻ്റെ പേരിൽ അള്ളാഹിൻ്റെ അടുക്കൽ അവരാരെങ്കിലും എന്തെങ്കിലും വാദവുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുതെന്നും ആ വേദക്കാർ പറയാണ്. അപ്പം അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഇഞ്ചിയിലും തൗറാത്തും ഇതാണ് സത്യം, ഖുർആനൊക്കെ അത് തെറ്റാണ്, അതിലേക്കൊന്നും പോകരുത് എന്ന രീതിയിൽ അതിനെ പൊളിച്ചു കളയാനുള്ള ന്യായവാദങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരോട് പറഞ്ഞേക്കാം, അവരുടെ വാദങ്ങൾ ഞങ്ങളുടേതാണ് ശരി, അതാണ് അവർ എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് പറഞ്ഞ ഇന്നൽ ഫദ്ല ബിയദില്ലാ, അള്ളാഹിൻ്റെ അടുക്കലാണ് ശ്രേഷ്ഠമായിട്ടുള്ളതുള്ളത്. യുതീഹി മൻ യശാ, അവനതെല്ലാവർക്കും നൽകും. അതായത് ഖുർആൻ ബനി ഇസ്രായേലിൻ്റെ ഞങ്ങളുടെ കുത്തകയാണ്, ക്രിസ്ത്യാനിസത്തിൻ്റെ കുത്തകയാണ്, അല്ലെങ്കിൽ ജൂദായിസത്തിൻ്റെ കുത്തകയാണ്, ഞങ്ങളാണ് ദൈവത്തിൻ്റെ അടുത്ത ആളുകൾ, ഞങ്ങളാണ് ഔലിയാക്കൾ, നിങ്ങൾക്കൊന്നും അതിന് യോഗ്യതയില്ല എന്ന് മുമ്പ് പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. നമ്മളിപ്പം ആദിവാസികളായിട്ടുള്ള അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗം എന്നൊക്കെ പറയും, നമ്മൾ താഴേക്കടയിലുള്ള ഒന്നുമില്ലാത്ത പാവങ്ങളായ ആളുകളെ മേലാളന്മാർ ഇങ്ങനെ പറയില്ല, അവരൊരു താഴ്ത്തിക്കെട്ടികളാണല്ലോ, സമൂഹത്തിൻ്റെ പൊതുവെ അങ്ങനെ ഒരു നിലപാടാണല്ലോ ഉണ്ടാവുക. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ അതിസമ്പന്നരായ ആളുകൾ, വളരെ പാവപ്പെട്ട ചേരി പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ എങ്ങനെ കാണുന്നത്, അതുപോലെ ആയിരുന്നു ഇസ്രായേൽ സമൂഹവും ജൂത സമൂഹവും ക്രൈസ്തവ ലോകമൊക്കെ ഈ അറബികളെ നോക്കി കണ്ടിരുന്നത്. അറബികൾ ഒരു വിവരമില്ലാത്ത വെറും കള്ളും വൈൻ വിമൺ അങ്ങനെ നടക്കുന്നൊരു വിഭാഗമാണ്. അപ്പോൾ അവർക്കൊക്കെ വേദവും ദർശനങ്ങളൊക്കെ അവരുടെ അടുത്തോ, വേദപാഠം അവർക്കോ അല്ലേ. ഇപ്പം കേരളത്തിലെ വേദം പഠിക്കാൻ യോഗ്യരായ ചില അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ മുസ്ലിമിൻ്റെ കാര്യമല്ല പറയുന്നത്, മറ്റ് സഹോദര സമുദായങ്ങളിലും ഈ ഒരു അവഗണന എപ്പോഴും ചില ക്ഷേത്രങ്ങളിലും അമ്പലത്തിലൊക്കെ ചില ആളുകൾക്ക് കയറാൻ പറ്റില്ല, ചില കാറ്റഗറി ഉള്ളവർക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ ഒരു ചാതുർ പറഞ്ഞ വ്യവസ്ഥയൊക്കെ പോലെ ഒരു സംവിധാനം അന്ന് അറബ് ലോകത്തുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ ഫദ്ല് അള്ളാഹിൻ്റെ അടുക്കലുള്ളതാണ്, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. അള്ളാഹു വാസിഉൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനും വിശാല ഹൃദയനുമാണ്, അത് വിശാലതയുള്ളവനാണ്. ഇക്കാര്യത്തിലൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അള്ളാഹിൻ്റെ റഹ്മത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. നിങ്ങളെന്തിനാ ബേജാറാവുന്നത്? ക്രൈസ്തവ ലോകത്തോട് വേദക്കാരോട് ചോദിക്കുക. അല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു അതിമഹത്തായ ഉന്നതമായ അനുഗ്രഹത്തിൻ്റെ ഉടമയാണ്. വമിൻ അഹ്ലിൽ കിതാബി, ഈ അഹ്ലിൽ കിതാബുകാരോടാണ് യുദ്ധം. അവരോട് അതായത് ഇസ്ലാമിൻ്റെ തുടക്കം തന്നെ വേദക്കാരെ നേരിടാൻ, യഥാർത്ഥത്തിൽ വേദക്കാർ കൂട്ടമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരേണ്ടവരായിരുന്നു. അതാണ് ഇതിൻ്റെ സത്യം. വേദക്കാരായ ആളുകൾ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ കാത്തിരുന്നതാണ്. മൂസ അലൈഹി സ്വലാമും അതുപോലെ ഈസാ അലൈഹി സ്വലാമിൻ്റെയൊക്കെ കാത്തിരിപ്പ്, അവരൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ പണ്ഡിതന്മാരും എല്ലാവരും കാത്തിരിക്കുക അന്ത്യപ്രവാചകന് വേണ്ടി. പക്ഷെ അന്ത്യപ്രവാചകൻ ഇസ്രായേൽ സമൂഹത്തിൽ നിന്നുണ്ടാവില്ല, ജൂതന്മാരിൽ നിന്ന് വന്നില്ല, ഹീബ്രു ഭാഷയിൽ ജനിച്ചില്ല, അവർ ജനിച്ചത് ഈ കാട്ടറബികളുടെ കൂട്ടത്തിലായി പോയി എന്ന ഒറ്റ കാരണത്തിൽ വർഗപരമായ വിവേചനം, അല്ലെങ്കിൽ അവരുടെ പൗരോഹിത്യത്തിൻ്റെ, അവർ കാലങ്ങളായിട്ട് റോമും പേർഷ്യയും ഒക്കെ അടക്കി ഭരിച്ച് ജനങ്ങളുടെ മേലെ മതമേധാവിത്വത്തിൻ്റെ പേരിൽ അവരിങ്ങനെ അധികാരം കൈയാളുന്ന അധികാരം നഷ്ടപ്പെടുമെന്ന ബോധമാണ് ദുനിയാപ്രേമികളായ ഭൗതിക പൂജകരായ അവരെ അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ നിന്ന് മനസ്സ് തെറ്റിച്ച് കളഞ്ഞത്. അതുകൊണ്ട് ആശയപരമായിട്ട് ഖുർആൻ അവരോട് നേരിടുകയാണ്. വമിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബുകാരായ ആളുകൾ മിൻ ഇൻ തഅ്മൻഹു ബിഖിൻതാരിൻ يؤديه إليك ومنهم من إن تأمنه بدينار لا يؤديه إليك إلا ما دمت عليه قائمة
ദീനാറിൻ്റെ കാര്യം പറഞ്ഞത്. അതായത് സമ്പത്ത് ഒരു ഒരു മല. ഇപ്പോൾ വേദവിശ്വാസികളിൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതായത് അഹ്ലുൽ കിതാബുകാർ എല്ലാവരും മോശക്കാരല്ല. അവർ അവരെ നമുക്ക് വിശ്വസിക്കാം. അവർക്കിപ്പോൾ ഒരു സ്വർണത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ അവരെ വിശ്വസിച്ചേൽപ്പിച്ചു എന്ന് വിചാരിക്കാം. അവരത് വിശ്വസ്തയോടെ അത് തിരിച്ചു തരുന്നതാണ്. അവർ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു വിഭാഗം വേദക്കാരിലുണ്ട്. അത് ജൂതന്മാരിലുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എന്നും ഉണ്ട്. ഇന്നും ഇസ്രായേലിൽ നമ്മൾ ആ ക്രൂരതകളൊക്കെ നടക്കുമ്പോഴും ജൂതന്മാരിലൊരു വിഭാഗം സത്യത്തിൻ്റെ മാർഗത്തിൽ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് ഒരു ചെറിയൊരു വിഭാഗം, അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, ഒരു ദീനാർ തന്നെ കൊടുത്താലും അതുപോലും എനിക്ക് തിരിച്ചു തരാൻ പറ്റൂല, നിരന്തരം അവരെ പിന്തുടർന്ന് അത് ചോദിച്ചു വാങ്ങിയാലത് നിങ്ങൾ തിരിച്ചു തരൂല. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇലൈക ഇല്ലാ മാ ജുംത അലൈഹി ഖായിമ ദാലിക ബിഅന്നഹും ഖാലൂ ലൈസ അലൈനാ ഫിൽ ഉമ്മീന സബീലുൻ വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. ഈ ഉമ്മി, അപ്പോൾ അത് അവരിങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരക്ഷരരുടെ കാര്യം നിങ്ങൾക്ക് കുറ്റമുണ്ടാകാനാ. അതായത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ പേരിൽ കള്ളം പറയുകയാണ്. അവരറിയില്ല. അവർ യഥാർത്ഥത്തിൽ അവർക്ക് യാതൊരു വാല്യൂ ഇല്ലാത്ത, ഒരു ജീവിതത്തിലൊരു മൂല്യമില്ലാത്ത മനുഷ്യന്മാരാണ് അവർ, വേദക്കാരിലെ ഒരു വിഭാഗം. അവരെ സംബന്ധിച്ചിടത്തോളം വർഗപരമായിട്ട് ജന്മം കൊണ്ടോ ഇസ്രായേലിൽ പെട്ടതുകൊണ്ടോ വേദക്കാരായി എന്നുള്ളത് കൊണ്ടോ അവർക്കൊരു മഹത്വവും അള്ളാഹിൻ്റെ അടുക്കലില്ല എന്ന്. എന്നാൽ അവരുടെ വാദങ്ങൾ ശരിയല്ല. അവർ യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ പേരിൽ ഇസ അലൈന ഫിൽ ഉമ്മീന, ഈ ഉമ്മീന്, അതായത് അറബ് ലോകത്ത് വന്ന ഈ കാട്ടറബികളുടെ കൂട്ടത്തു നിന്നാണല്ലോ ഇസ്ലാമും കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. ഞങ്ങളൊന്നായില്ല എന്നുള്ളതാണ് അവരുടെ വാദം, ഒന്നാമത്തെ വാദം. അപ്പോൾ അതൊന്നും അല്ല, ജീവിതത്തിൽ വ്യക്തിമൂല്യവും വിശുദ്ധിയും നോക്കിയിട്ടൊരു ജനതയെ അത് ഏൽപ്പിച്ചതാണ്. വയഖൂലൂന അലല്ലാഹിൽ കദിബ, അവർ ഈ കളവാക്കുന്നത് യഥാർത്ഥത്തിൽ അവരറിയുന്നില്ല, അവർ അള്ളാഹിൻ്റെ പേരിലാണ് ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം. പല കാര്യത്തിലും അവർ, ഇപ്പം മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇസ്രായേലുകാരനായ ഒരുത്തൻ്റെ പശു, ഉദാഹരണമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിക്കാരൻ്റെ ഒരു പശു പോയിട്ട് ഇസ്രായേലി അല്ലാത്ത ഒരാളുടെ പശുവിനെ പോയി കുത്തിയാൽ നഷ്ടപരിഹാരം, നമ്മളിപ്പോൾ നാട്ടിൽ KSRTC ബസ്സിന് ഇടിച്ചാൽ അങ്ങനെ പറയാറുണ്ട്, നമ്മൾ കുടുങ്ങുമെന്ന് പറയലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം അവർക്ക് അനുകൂലമായിരിക്കും, നീതിയല്ല അവിടെ വിഷയം. അപ്പം നീതി നടപ്പാക്കാത്ത, ജീവിത മൂല്യങ്ങളില്ലാത്ത, അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയുന്ന വളരെ മോശപ്പെട്ട ഒരുപാട് ആളുകൾ അഹ്ലുൽ കിതാബുകാരുണ്ട്. അവർ അള്ളാഹിൻ്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ദൈവിക ദർശനങ്ങളെ, ദീനിനെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലാ മൻ ഔഫ ബിഅഹ്ദിഹി വത്തഖാ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അള്ളാഹുവിൻ്റെ പ്രതിജ്ഞ ആര് പാലിക്കുന്നു? ബല, അങ്ങനെയല്ല. മൻ ഔഫ ബിഅഹ്ദിഹി, അഹ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവായിട്ടുള്ളൊരു കരാറുണ്ട്. അതിൽ ആരൊക്കെയാണോ സൂക്ഷ്മത പാലിക്കുന്നത്, ഫഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, അങ്ങനെയുള്ള മുത്തഖികളായ ആളുകളെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് ഖാലു ബല ഷഹിദിന, അല്ലേ? അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിയാണോ? ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിജ്ഞ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നത്. എന്താണ് ഈ പ്രതിജ്ഞ? നമ്മൾ പ്രതിജ്ഞ എടുക്കുന്ന സാധാരണ ഒരു MLA ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു MP ആകുമ്പോൾ നാട്ടിലൊക്കെ പ്രതിജ്ഞ ചെയ്യാറുണ്ട് ഒരു സ്ഥാനത്തേക്ക്. ആ സ്ഥാനം മാന്യമായി നീതിയോടെ ഞാൻ നിർവഹിക്കുമെന്ന പ്രതിജ്ഞ. അതുപോലെ ഒരു പ്രതിജ്ഞ അള്ളയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓർമ്മയില്ലെങ്കിലും ആലമുൽ അർവാഹിൽ വെച്ചിട്ട് ആ ഒരു പ്രതിജ്ഞ ചെയ്ത് നമ്മുടെ ആത്മബോധത്തിൽ അതുണ്ട്, നീതിയോടെ ജീവിക്കാമെന്ന്, ആരെയും പറ്റിക്കൂല എന്ന്, സത്യസന്ധതയോടെ ജീവിക്കുമെന്ന്, പണം ഹറാമായത് സമ്പാദിക്കൂല എന്ന്, സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കുന്നു, കുടുംബരംഗത്ത് ഞാൻ നല്ല വ്യക്തിയാകുന്നു, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തില്ലെന്ന്, സത്യം പറയുമെന്ന്, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിലെ വാല്യൂസില്ലേ, ആ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സമഗ്രമായി ജീവിതത്തിൽ ഞാൻ പാലിക്കും എന്ന പ്രതിജ്ഞയാണ് എല്ലാ മനുഷ്യന്മാരും ഏറ്റെടുത്ത് വന്നിട്ട്. അത് ക്രിസ്ത്യാനിയായാലും ജൂതനായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും ഏത് ജാതിയായാലും അവരങ്ങനെ ആ പ്രതിജ്ഞ പാലിക്കുക, അതിൽ സൂക്ഷ്മത പാലിക്കുക. അള്ളാഹു തീർച്ചയായും അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു, തഖ്വയുള്ള ആളുകളെ അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവെ ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അതാണ് ഇതിൻ്റെ ആകത്തുക. ഈ ഖുർആൻ പഠനത്തിൻ്റെയും ഈ ഒരു
തഫ്സീറിൻ്റെയും ഖുർആൻ പഠനമല്ല നടക്കേണ്ടത്. ഇത് പഠിച്ച് ഇത് ഡിഗ്രി എടുക്കാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലേക്ക്, ഇതിൻ്റെ കർമ്മതലത്തിലേക്ക്, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക്, വിശുദ്ധിയുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ മാറാത്തോടത്തോളം ഈ പഠനം കൊണ്ട് ഒരു കാര്യമില്ല. ആലിമീങ്ങൾ സ്വർഗത്ത് പോകുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. ആമിലീങ്ങളാണ് സ്വർഗത്ത് പോവുക. ആലിം അല്ല, ആമിൽ, അമൽ ചെയ്ത ആൾ. അമല് ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ കർമ്മം കൊണ്ട് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടം നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹുവെ അതിന് ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീലൻ ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറതി വലാ യുകല്ലിമുഹുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم إن الله يشترون بأهد الله. യസ്തറൂന പറഞ്ഞാൽ നമ്മൾ സാധാരണത്തെ ബിസിനസ്സാണ്, സാധാരണത്തെ കച്ചവടത്തിന് ഇസ്തറ വാങ്ങുക, അപ്പം വിൽക്കുക. ബി അഹ്ദില്ല, അള്ളാഹുവിൻ്റെ കരാറുണ്ടല്ലോ, അള്ളാഹുവായിട്ടുള്ളൊരു വാഗ്ദാനം. ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരു കുട്ടിയോട് ഒരു ഉപ്പ പറഞ്ഞു വിടുകയാണ്, നീ ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടീനെ ഒരു വഴിയിലേക്ക് ബാപ്പ ഇങ്ങനെ വിടുകയാണ്. ആ മോനിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവനോട് പറഞ്ഞ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവന് ആ വഴിയിൽ വെച്ചിട്ട് അവൻ്റെ തീരുമാനമൊക്കെ മാറ്റി. അവനേൽപ്പിച്ച ഐമാനിഹ് എന്ന് പറഞ്ഞാൽ അമാനത്തുകളുണ്ട്, ഉത്തരവാദിത്തങ്ങൾ, അത് നമുക്ക് മാറി. അവനോട് പറഞ്ഞൊന്നും ചെയ്തില്ല. അവനോട് വാങ്ങാൻ പറഞ്ഞ സാധനമൊന്നും വാങ്ങിയില്ല. അവന് ഇഷ്ടമുള്ള എന്തൊക്കെയോ വാങ്ങി, ഏതിലൊക്കെയോ സമയം കളയാൻ തിരിച്ചു വന്നാൽ ഉപ്പാക്ക് എങ്ങനെയാണ്, അതുപോലെ അള്ളാഹുവായിട്ട് നമ്മൾ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പോകുന്നവരാ. അതൊക്കെ വഴി മാറിയിട്ട് സ്വന്തം നിസ്സാര വിലക്ക് വിൽക്കുന്നവർക്ക് സമനം ഖലീലായിക്കല്ല ഖലാഖ ലഹും ഫിൽ ആഖിറ, ഒരു രീതിയിലും പരലോകത്ത് അവർക്ക് യാതൊന്നും ഉണ്ടാവില്ല. പരലോകത്തേക്കുള്ള ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും കരാറുകളും പാലിക്കാതെ തോന്നിയതുപോലെ ജീവിച്ച ആളുകൾക്ക് പരലോകത്ത് യാതൊന്നും ഉണ്ടാവില്ല. വലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹു അവരോട് മിണ്ടുകയില്ല. എന്ന് വെച്ചാൽ അള്ളാഹു സംസാരിക്കുന്നുണ്ട് അത്രേ. മാഷാ അള്ളാഹ്, അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അങ്ങനെ അള്ളാഹു അവരോട് മിണ്ടൂല എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒരു പക്ഷേ ടോക്ക് ചെയ്യൽ മാത്രം ആവണമെന്നില്ല, ഡയറക്റ്റ് മീനിങ്ങും ആയിരിക്കില്ല. ഒരു പക്ഷേ അള്ളാഹിൻ്റെ സംസാരം അള്ളാഹു ആലം, നമുക്കതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ സാധാരണ നമ്മൾ പറയാം ഞാൻ എന്നോട് മിണ്ടൂലാതാണ്, അള്ളാഹ് അവരോട് തെറ്റിയെന്നാണ്. നമ്മൾ നാട്ടിൽ മലയാള ഭാഷയിൽ നമ്മൾ എന്നോട് ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവായിട്ട് പിന്നെ ആ മനുഷ്യനായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല. എന്നപോലെ അള്ളാഹുവിന് ആ മനുഷ്യനായിട്ട് യാതൊരു ബന്ധം പരലോകത്ത് ഉണ്ടാവില്ല. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, അവനോട് നോക്കൂല്ല എന്നാണ്. അവൻ്റെ കാര്യത്തിൽ ഒരു നോട്ടം പോലും അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, എന്നാൽ റഹ്മത്ത് ഉണ്ടാവില്ല. വലഹും അദാബുൻ അലീം, അപ്പോൾ അവർക്ക് കഠിനമായ ശിക്ഷയാണ് അവിടെ അവർക്ക് നൽകപ്പെടാനും പോകുന്നത് എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തുക, എൻ്റെ പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പഠിക്കുന്നവരെ, ഞാനും നിങ്ങളും ഖുർആൻ്റെ അഹലുകാരായി ജീവിക്കണമെന്നും ഖുർആൻ അനുസരിച്ച് ജീവിതത്തിൽ ആ ഒരു സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. നമ്മൾ ഈ അഹദിൻ്റെ കാര്യത്തിൽ വലിയൊരു കരാർ അള്ളയായിട്ട് ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കരാറാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ശരിയായ ജീവിതത്തിൻ്റെ മുഴുവൻ രംഗത്തും അള്ളാഹുവോടുള്ള സൂക്ഷ്മതയിൽ ജീവിക്കുമെന്ന പ്രതിജ്ഞയുമായിട്ട് ജീവിക്കുന്നവർ. ആ കരാറ് പാലിക്കുക എന്നുള്ളതാണ്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ അതിലേക്ക് ചേരേണ്ട, അതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ട പ്രവർത്തനങ്ങളായിട്ടേ നമ്മൾ കാണാൻ പാടുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതമാണ് സംസ്കരിക്കപ്പെടേണ്ടത്. നമ്മുടെ കർമ്മപദം, ഞാനും നിങ്ങൾ ഉറങ്ങാതെ നിൽക്കുന്ന സമയം, ഉറക്കത്തിൽ നമ്മൾ തെറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഉറങ്ങാതെ നിൽക്കുന്ന, ഉണർന്നിരിക്കുന്ന സന്ദർഭം മുഴുവൻ ജാഗ്രതയോടെ തഖ്വയോടെ ജീവിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായി നമ്മൾ ചെയ്യുന്ന ഒരു അമലും മാറാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ജിഹാദുൻ നഫ്സ്, അള്ളാഹു ആ മാർഗത്തിൽ അള്ളാഹുവെ ജിഹാദ് ചെയ്യാൻ പരിശ്രമിക്കാൻ, അള്ളാഹുവെ നിൻ്റെ ദീനനുസരിച്ച് കൊണ്ട്, നിൻ്റെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് മാത്രം ജീവിതത്തിൽ എല്ലാ നിലപാടുകളും എടുക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവേ ഞങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ കർമ്മങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്.
അള്ളാഹുവെ ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ കൽബകങ്ങളെ നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും നല്ല ഈമാനിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് വരുത്തി തരണേ അല്ലാ. തെറ്റുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ലേ അല്ലാ. മനസ്സുകൊണ്ട് പോലും തെറ്റുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ലേ അല്ലാ. മനസ്സിൻ്റെ അകം ഹൃദയം അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അള്ളാഹുവെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈമാനിൻ്റെ വെളിച്ചം കൊണ്ട് നിറക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകളെ നന്നാക്കി തരണേ അല്ലാ. നല്ലത് ചിന്തിക്കാൻ, നല്ലത് മാത്രം ചിന്തിക്കാനുള്ള മനസ്സാക്കി ഞങ്ങളുടെ മനസ്സിനെ പരിവർത്തനം ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ നിന്നോട് ദുആ ചെയ്യാനുള്ള മനസ്സ് തരണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. ദുആ നിഷിദ്ധമാക്കപ്പെട്ട ഹറാമ് ചെയ്യുന്ന ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഹറാമായ ഒരു കാര്യവും ഞങ്ങളുടെ നോട്ടം കൊണ്ടോ സംസാരത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഹറാം ഉണ്ടാക്കല്ലേ അല്ലാ. ഹറാമിലേക്ക് ഞങ്ങളെ വഴി നടത്തല്ലേ അല്ലാ. സിറാത്തുൽ മുസ്തഖീമായ വഴിയിലൂടെ ഞങ്ങളെ നടത്തണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കി തരണേ അല്ലാ. മനസ്സ് നന്നായാ നാവ് നന്നായി. നല്ലത് മാത്രം സംസാരിക്കുന്നവരാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തകളെ നീ ഒഴിവാക്കി തരണേ അല്ലാ. നന്മ ചിന്തിക്കുന്ന മനസ്സാക്കി തരണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ കണ്ണുകൊണ്ട് നല്ലത് കാണിക്കണേ അല്ലാ. തെറ്റായ കാഴ്ചകൾ കണ്ണുകൊണ്ട് കാണിക്കല്ലേ അല്ലാ. അള്ളാഹുവേ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നന്മ ചെയ്യാൻ, സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ അമലുകൾ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. സൽക്കർമ്മങ്ങളായി അത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. കർമ്മങ്ങളെല്ലാം നിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് നിന്നിലേക്ക്, നിൻ്റെ റിളക്ക് വേണ്ടി, നിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആക്കണേ അല്ലാ. അള്ളാഹുവേ നല്ല നിയ്യത്തോടെ അമലുകൾ ചെയ്യാൻ, ഇഖ്ലാസോടെ അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ രോഗം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. കിടപ്പിലാക്കല്ലേ അല്ലാ. അള്ളാഹുവേ മാരകമായ മരുന്നില്ലാത്ത രോഗം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. അള്ളാഹുവേ ആശുപത്രിയിൽ കൊണ്ടുപോയി കിടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അള്ളാഹുവേ ആരോഗ്യം തരണേ അല്ലാ. ആരോഗ്യത്തെ നിൻ്റെ ദീനിൻ്റെ വഴിയിൽ ചെലവഴിക്കാൻ, ഒഴിവ് സമയത്തെയും ആരോഗ്യവും നിൻ്റെ ദീനിൻ്റെ വഴിയിൽ പ്രവർത്തിക്കാനുള്ള സമയമാക്കി അതിനെ മാറ്റിത്തരണേ അല്ലാ. റഹ്മത്തും ബർക്കത്തും ചെയ്യണേ അല്ലാ. ആരോഗ്യത്തിലും ഒഴിവ് സമയത്തിലും റഹ്മത്തും ബർക്കത്തും ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ദുആ തള്ളല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ റഹ്മത്തും ബർക്കത്തും ചെയ്യണേ അല്ലാ. ഹലാലായ സമ്പാദ്യം തരണേ അല്ലാ. അള്ളാഹുവേ ഖുർആൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാ. ഖുർആൻ്റെ വെളിച്ചത്തിലേക്ക്, യഥാർത്ഥ വഴിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണേ അല്ലാ. ഖുർആൻ പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്ന കാലമാ. പലരും ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ സത്യത്തിൻ്റെ വഴിയിലേക്ക്, യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമായ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അല്ലാ. ഖുർആൻ്റെ ശരിയായ വെളിച്ചം, ഖുർആൻ്റെ ശരിയായ വ്യാഖ്യാനവും അർത്ഥവും മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ എന്തെങ്കിലും പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ പുറത്തു തരണേ അല്ലാ. മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹത്തോടെ മരണം വരെ പരിചരിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അത് ആത്മാർത്ഥമായി ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ അമലുകൾ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ ബന്ധങ്ങളൊക്കെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ഞങ്ങളുടെ ഏതെങ്കിലും മുആമലാത്ത് കൊണ്ടോ ഇടപാടുകൾ കൊണ്ടോ വേദനിച്ചവർ ഈ ദുനിയാവിലുണ്ടെങ്കിൽ അള്ളാഹുവേ അതൊക്കെ പുറത്തു തരണേ അല്ലാ. ഒരാളെയും ഞങ്ങൾക്ക് വേദനിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അള്ളാഹുവേ ഈ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. മതസാഹോദര്യത്തോടെ, പരസ്പരം സ്നേഹത്തോടെ, സഹവർത്തിത്വത്തോടെ, നല്ല രീതിയിൽ സൗഹൃദത്തോടെ ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. നന്മയുള്ള മനുഷ്യരാക്കി എല്ലാവരെയും മാറ്റണേ അല്ലാ.
അക്രമികളായ ജനതക്ക് അള്ളാഹുവേ ഒന്നെങ്കിൽ അവരെ നീ നിൻ്റെ മുമ്പിൽ ഹിദായത്തിലാക്കി സുജൂദിൽ വീഴ്ത്തണം, അല്ലെങ്കിൽ അള്ളാഹുവേ അവരെ നശിപ്പിക്കണം. അക്രമികളായ ജനത, നാട്ടിലെ ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കുന്ന, അഴിമതി കാണിക്കുന്ന, അള്ളാഹുവേ അക്രമം കാണിക്കുന്ന, ഹറാമുകൾ ചെയ്യുന്ന ജനതയെ നീ ശിക്ഷിക്കണേ ഹലാലായി ജീവിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ നീതിയോടെ സത്യത്തോടെ ജീവിക്കുന്ന സഹോദര സമുദായത്തിലെ അംഗങ്ങളെയും നീ കാക്കണേ അവരെ നീ ഹിദായത്തിലാക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.